Define chemical reaction state for observation which helps to determine whether a chemical chemical reaction has taken place or not, taken place or not. Write one example of each observation with balanced chemical equation. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നുള്ള കാര്യം. കെമിക്കൽ റിയാക്ഷൻ നമുക്കറിയാം എന്താ. കെമിക്കൽ റിയാക്ഷൻ വിച്ച് represents a chemical change. കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇല്ലേ? ഇനി നമുക്ക് 4 ഒബ്സർവേഷൻ വേണം. 4 ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ റിയാക്ഷൻ നടന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈ ഗിവിങ് എക്സാമ്പിൾ വി ക്യാൻ ഒബ്സർവ് ദാറ്റ് സം റിയാക്ഷൻസ് വിൽ ചേഞ്ച് ദെയർ കളർ വെൻ അണ്ടർഗോയിങ് റിയാക്ഷൻ. അതിലൊരു എക്സാമ്പിളാണ്, അതായത് ഒന്ന് നമുക്ക് ചേഞ്ച് ഇൻ കളർ എന്ന് എഴുതാം. ചേഞ്ച് ഇൻ കളർ എന്ന് പറയുമ്പോൾ Cu അത് സോളിഡ് സ്റ്റേറ്റിലാണ്. AgNO3 സിൽവർ നൈട്രേറ്റ് അത് അക്വസ് ആണ്, അത് കളർലെസ്സും ആണ്, അതിൻ്റെ കളർലെസ് ആണ്. എന്നാൽ ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കോപ്പർ നൈട്രേറ്റ് ഉണ്ടാവും. CuNO3 Cu2+, അപ്പോൾ CuNO3 ഉണ്ടെന്ന് കോപ്പർ നൈട്രേറ്റ്. അപ്പോൾ കോപ്പർ നൈട്രേറ്റിന് ബ്ലൂ കളറാണ്, ബ്ലൂ കളർ പ്ലസ് എന്താ Ag. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 ഇവിടെ ഒരു 2 വരും. CuNO3 twice Cu ഇവിടെ 2 ഇട്ട് കൊടുക്കണം. CuNO3 twice ആണ് കുഞ്ഞുങ്ങളെ വരുന്നത്. CuNO3 കുപ്രിക് നൈട്രേറ്റ് ആണ്. CuNO3 twice ആണ് വരുന്നത്. അത് നമ്മുടെ ആ റിയാക്ഷനകത്ത് CuNO3 ഇട്ടിട്ടുള്ളൂ. CuNO3 twice ആയിരുന്നു, കാരണം Cu2+ NO3 1- കൂടാണ് കമ്പൈൻ ചെയ്യുന്നത് കേട്ടോ. Cu2+ അയോൺസ് ആണ് ബ്ലൂ കളർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺ കേട്ടോ. Cu1+ അല്ല. Cuന് 2 കോൺഫിഗറേഷൻ ഉണ്ട്, Cu1+ഉം Cu2+ഉം ഉണ്ട്. അതിൽ ബ്ലൂ കളേർഡ് അയോൺ എന്ന് പറയുന്നത് Cu2+ ആണ്. ഓക്കെ, രണ്ടാമത്തെ ചേഞ്ച് എന്താ, നമുക്ക് ഇവല്യൂഷൻ ഓഫ് ഗ്യാസ്, അല്ലെങ്കിൽ ഗ്യാസ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പം ഇവല്യൂഷൻ ഓഫ് ഗ്യാസിനകത്ത് നമ്മൾ മറ്റേ CaCO3 എഴുതിയാൽ മതി. CaCO3 ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? CaOയും CO2 ഉണ്ടാവും. CO2 ഗ്യാസ് നമ്മൾ പ്രിസിപ്പിറ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഡൗൺ ആരോ ഇട്ടെങ്കിൽ ഗ്യാസ് ഇവല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ അപ്പ് ആരോ ആയിരിക്കും ഇടുന്നത് കേട്ടോ. അപ്പം അത് താഴോട്ട് വേണമെങ്കിൽ എഴുതിക്കോണം സൈഡിലോട്ട്. അപ്പ് ആരോ, ഇത് അപ്പ് ആരോ ആണ്, അപ്പ് ആരോ റെപ്രസെൻസ് എന്താ? റെപ്രസെൻസ് ഇവല്യൂഷൻ ഓഫ് ഗ്യാസ്. അത് ഓർത്ത് വെച്ചോണം. ഇനി മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്താ? ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് നമുക്ക് ഏത് റിയാക്ഷൻ വേണം എഴുതാം? 3 ഞാൻ തന്നായിരുന്നു. ഫോർമേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ്, PPT. പ്രസിപ്പിറ്റേറ്റ് നമുക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എഴുതാം. എന്താ? ലെഡ് നൈട്രേറ്റിൻ്റെ എഴുതാം. PbNO3 twice. അത് നമ്മുടെ പൊട്ടാസ്യം അയഡൈഡുമായിട്ട് KIയുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ PbI2 എന്ന് പറയുന്ന ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്, PPT. ഓക്കെ, ശരിക്കും PbNO3 എന്ന് പറയുന്നത് വൈറ്റ് ആണ്. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കണ്ടോ യെല്ലോ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അവിടെ റിയാക്ഷൻ നടന്നു എന്നുള്ളത്. പിന്നെ അവിടെ കളർ ചേഞ്ചിൻ്റെ കൺസെപ്റ്റ് വേണേൽ പറയാം. പ്രിസിപ്പിറ്റേറ്റ് കണ്ടോ, പ്രിസിപ്പിറ്റേറ്റും ഫോം ചെയ്തു. പ്ലസ് എന്താ? KNO3. ഇതും നമുക്ക് എഴുതാം. അതിൻ്റെ സ്റ്റേറ്റ് എഴുതിക്കണം. സ്റ്റേറ്റ് ഓൾറെഡി ഞാൻ അയച്ചതിനകത്ത് തന്നിട്ടുണ്ട്. അതെന്താ? ഇത് അക്വസ് ആണ്. ഇതെന്താ? ഇത് എന്താണ്? ഇതും അക്വസ് ആണ്, ഇതും അക്വസ്. 2 അക്വസ് ആയിരിക്കണമല്ലോ. ഇത് സോളിഡ് ആണ്, ഇത് അക്വസ് ആണ്. എന്നാലല്ലേ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവുള്ളൂ. ഇനി നാലാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും, കൂടുന്നതും കുറയുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ അതിനും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളോട്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇവിടെ CaO H2Oയുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് CaOH ട്വൈസ് സ്ലേക്കറ്റ് ലൈമും ഹീറ്റുമാണ് ഇവോൾവ് ചെയ്യുന്നത്. ഇത് എൻഡോതെർമിക് റിയാക്ഷനാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കുമ്മായം എടുത്ത്
കുമ്മായം വെള്ളത്തിനകത്ത് കലക്കുന്ന സമയത്ത് കൈയിട്ട് കലക്കി കഴിഞ്ഞാൽ കൈ കൊള്ളും, ചൂടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ. അതിനകത്തൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇത് ഓക്കെ ആണോ? അക്ഷിത ഓക്കെ ആണോ? ശ്രേയ ഓക്കെ ആണോ? ജൊഹാൻ ഓക്കെ ആണോ? ഈ എക്സ്പ്ലനേഷൻ ഓക്കെ ആണോ? പറഞ്ഞേ. എലീജ ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. എന്താണ്? റൈറ്റ് വൺ. ഞാൻ എന്തായിരുന്നു എക്സാമ്പിൾ എഴുതിയത്? അല്ല, തന്നത് ആദ്യത്തെ എക്സാമ്പിൾ, അല്ല ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഈച്ച് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ carried out with the help of ഒന്ന് എന്താ? ഇലക്ട്രിസിറ്റി, രണ്ട് ഹീറ്റ്, 3 ലൈറ്റ് ഇല്ലേ. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്, ഇലക്ട്രിസിറ്റിയുടെ കേസിലുള്ളതും അതേപോലെ തന്നെ എന്താ ഇത് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. എന്നാണ് എൻ്റെ ഒരു ഇല്ലേ, ഞാനൊന്ന് ഇതെല്ലാം പറഞ്ഞു തന്നില്ലേ, എൻ്റെ റിയാക്ഷൻ എല്ലാം പറഞ്ഞു തന്നില്ലേ, നോട്ടിനകത്തുണ്ടെന്ന് തോന്നുന്നു. തന്നായിരുന്നോ ശ്രേയ? ഓക്കെ, അപ്പം അതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്താ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റിയുടെ ആദ്യത്തെ നമുക്ക് എങ്ങനെ എഴുതാം? H2O ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇതിനകത്തൂടെ എന്ത് കടത്തി വിടാൻ പോവാ? ഇലക്ട്രോലിസിസ് ചെയ്യാൻ പോവാം. ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇലക്ട്രോലിസിസ് എന്നാണ് പഠിപ്പിച്ചത്. ഇലക്ട്രോലിസിസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോലിസിസ് ചെയ്യുമ്പോൾ അത് H2 ആയിട്ടും O2 ആയിട്ടും എന്ത് ചെയ്യും? മാറും. അതായത് 2H2 ഇവിടെ ഇങ്ങനെ കൊടുക്കണം ബാലൻസ് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ ആൻസർ ഹീറ്റിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ CaCO3 എടുത്താൽ മതി. CO3 സോളിഡ് സ്റ്റേറ്റിൽ എടുക്കുന്ന സമയത്ത് അതിനെ ഹീറ്റ് കടത്തി വിടുമ്പോൾ, അതായത് തെർമോലിസിസ് ചെയ്യുമ്പോൾ അത് CaOയും അതേപോലെ തന്നെ CO2 ആയിട്ട് മാറും. ഇത് സോളിഡ് സ്റ്റേറ്റിലും ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലും. ഇത് രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും മഴത്തെ ഉണ്ടാകുന്നത്. ഇനി ലൈറ്റിൻ്റെ നമുക്ക് AgCl ഞാൻ പറഞ്ഞായിരുന്നു, ഫോട്ടോഗ്രാഫി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. AgBr AgCl എടുത്താൽ മതി. ഞാൻ AgCl ആണെങ്കിൽ AgCl, AgBr ആണെങ്കിൽ AgBr. രണ്ടും ബ്രോമിനും ക്ലോറിനും ഹാലജൻസാണ്, രണ്ടിൻ്റെയും വാലൻസി സെയിമാണ്, രണ്ടും ഉപയോഗിക്കാം. അപ്പം ഇവിടെ ഞാൻ AgBr എടുത്തതേ ഉള്ളൂ. AgBrനകത്ത് നമ്മൾ സൺലൈറ്റ് കടത്തി വിടുകയാണെങ്കിൽ, സൺലൈറ്റിനെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അത് Agയും പ്ലസ് Br2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുക്കണം, ഇവിടെയും 2 ഇട്ട് കൊടുക്കണം. ഇത് സോളിഡ് സ്റ്റേറ്റ്, ഇതും സോളിഡ് സ്റ്റേറ്റ്, ഇത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇതെല്ലാം ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഞാനിപ്പോൾ തരുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. നമ്മുടെ നോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലാണ് നമ്മുടെ നോട്ട്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇനി അവർ രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്ന ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? അവർ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആൻഡ് വൈ എന്നും ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ and silver can displace copper from copper sulfate solution. ഇതിനകത്ത് ഏതാ കറക്റ്റ്? അക്ഷിത എന്ന് പറഞ്ഞേ. കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ആണോ അതോ സിൽവർ ക്യാൻ ഡിസ്പ്ലേസ് കോപ്പർ ആണോ? കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ. ഓക്കെ, അതിന്റെ കാരണം എന്താ? കോപ്പർ സിൽവറിനേക്കാളും മോർ റിയാക്റ്റീവ് ആണ്. കോപ്പർ സിൽവറിനെക്കാട്ടിലും മോർ റിയാക്റ്റീവ് ആണ്. അത് നമുക്ക് നിങ്ങൾ റിയാക്ടിവിറ്റി ഓർഡർ എഴുതിയെടുത്തായിരുന്നോ? ഇല്ല സാർ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? അയ്യോ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലേ? ഒരു സെക്കൻഡ്.
ഇത്തരം കാര്യങ്ങൾ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ചിലപ്പോൾ ഇത് പോയപ്പോഴേ എൻ്റെ ഇവിടെ പവർ സപ്ലൈ കട്ടായായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതാക്കിയപ്പോഴത്തേക്കും ഷെയർ ചെയ്യുന്നതും കട്ടായിപ്പോൾ. ഇതൊക്കെയാണോ? ഇതെല്ലാം എഴുതിയെടുത്തോ? എഴുതിയായിരുന്നു ഇത്? ഓക്കെ. ഇവിടെ എഴുതേണ്ട എന്താണെന്ന് ഇവിടെ കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് ആണ്. കാരണം കോപ്പറാണ്, നമ്മൾ പറഞ്ഞല്ലോ സിൽവറിനെക്കാട്ടിലും മൂത്ത ആൾ കോപ്പറാണ് റിയാക്ടിവിറ്റി സീരീസിൽ. അതുകൊണ്ട് തന്നെ കോപ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? മൂത്ത ആൾ വരുമ്പം ഇളയാൾ എന്ത് ചെയ്യും? നമ്മൾ അവിടുന്ന് മാറിക്കൊടുക്കണം ഇല്ലേ? അപ്പം ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം silver nitrate solution because copper is എന്താണ്? Copper is more reactive than silver. ഓക്കെ. പിന്നെ ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നത്? റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ അല്ലേ? റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ ആണ്. അത് നോക്കിക്കോളൂ. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. റൈറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അല്ല, അവർ പറഞ്ഞിരിക്കുന്നത് അലൂമിനിയം പ്ലസ് എന്താണ്? ബ്രോമിൻ. അലൂമിനിയം പ്ലസ് ബ്രോമിൻ ഗീവ്സ് എന്താ? അലൂമിനിയം ബ്രോമൈഡ്. ആ ക്വസ്റ്റ്യൻ അയച്ചു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒടിച്ചുവിട്ട് എഴുതുന്നത്. അലൂമിനിയം ബ്രോമൈഡ്. അത്രയേ ഉള്ളൂ. അലൂമിനിയം ബ്രോമൈഡ് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം Al പ്ലസ് എന്തെന്ന് എഴുതണം? Br2 ഗീവ്സ് എന്താണ് കുഞ്ഞെ? എന്താണ് ശ്രേയ പറഞ്ഞേ? Al Al twice Br, Al2 Br3. അങ്ങനെ എങ്ങനെയാ വരുന്നത്? അലൂമിനിയത്തിന്റെ വാലൻസി എത്രയാ? അലൂമിനിയത്തിന്റെ അയോണിക് ഫോർമുല 3+ അല്ലേ? Al3+. ബ്രോമിന്റെ എത്രയാണ്? 1 മൈനസ് ആണ്. ബ്രോമിന്റെ ഞാൻ തന്നിട്ടില്ലേ? ഒന്ന് നോക്കി, തന്നിട്ടുണ്ടോ നോക്കി. ക്ലോറിൻ ബ്രോമിൻ ഒക്കെ തന്നു കാണണം. Br1- അല്ലേ? അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരിക? AlBr3. ഇതാണ് അതിന്റെ ആൻസർ. കണ്ടോ? അത് ഓൾറെഡി നമ്മൾ
റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ വാലൻസി മീൻസ് അതിൻ്റെ ചാർജ് അനുസരിച്ചാണ് അതിൻ്റെ ഫോർമുല എഴുതുന്നത്. ഇനിയും ബാലൻസ് ചെയ്യണം. ഇവിടെ ബ്രോമിൻ 3, ഇവിടെ ബ്രോമിൻ 2. അപ്പോൾ ഇവിടെ 3 ഇട്ടിട്ട് ഇവിടെ 2 ഇട്ടാൽ മതി. അപ്പോൾ 6 ആയി. ഇവിടെ 6 ആയി, ഇവിടെ 6 ആയി. ഇനി അലൂമിനിയം ഇവിടെ 2, ഇവിടെ 2 ഇട്ടാൽ ആൻസർ ആയി അല്ലേ? അക്ഷിതയ്ക്ക് തെറ്റിയായിരുന്നോ? അക്ഷിത തെറ്റി. അലീജയ്ക്ക് ഇവിടെ എലീജയ്ക്ക് തെറ്റിയായിരുന്നോ? എലീജ, ജോഹാന്, ജോഹാൻ ഇവിടെ ഉണ്ടോ? ജോഹാൻ ഉണ്ട് സർ. ഇത് ചെയ്തായിരുന്നോ അതോ ചെയ്തില്ലേ? ഇത് ചെയ്തില്ലായിരുന്നു. ശരി ഓക്കെ. അടുത്ത അതിൻ്റെ രണ്ടാമത്തേത് അവർ പറഞ്ഞിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ഗീവ്സ്. അതിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യാണ്. കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ മുതലേ ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ഇല്ലേ? CaCO3 പ്ലസ് എന്താണ് ഗീവ്സ് CaO പ്ലസ് എന്താ CO2. ഇവിടെ എല്ലാം ബാലൻസ്ഡ് ആണ്, അതുകൊണ്ട് വേറെ ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട. മൂന്നാമത്തേത് അതും നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സിൽവർ ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യാം? സൺലൈറ്റുമായിട്ട് സൺലൈറ്റ് കടത്തി വിടുകയാണ്. അല്ലെങ്കിൽ സൺലൈറ്റോ അല്ല, ഏതെങ്കിലും UV ലൈറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സിൽവർ ഉണ്ടാവണം, ക്ലോറിൻ ഉണ്ടാവണം. അതും നമ്മൾ പരീക്ഷയ്ക്ക് നമ്മുടെ നോട്ട്സിനകത്ത് തന്നായതുകൊണ്ട് നമുക്ക് സിമ്പിളാണ്. AgCl ലൈറ്റ് കടത്തി വിട്ടപ്പോൾ എന്തായി? Agയും അതേപോലെ Cl2മായി. അടുത്ത ദിവസം ഞാൻ ഏതായിരുന്നു തന്നത്? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്യാൻ കോമ്പിനേഷൻ റിയാക്ഷൻ ബി ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. പറ്റുമോ? ക്യാൻ കോമ്പിനേഷൻ റിയാക്ഷൻ ബി ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ പറ്റുമോ ജോഹാനെ? കോമ്പിനേഷൻ റിയാക്ഷന് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആവാൻ പറ്റുമോ എന്ന്? അങ്ങനെയുള്ള എക്സാമ്പിൾ ഉണ്ടോ ജോഹാൻ? പറ്റത്തില്ല. പറ്റുമോ അക്ഷിത? പറ്റുമോ അക്ഷിത? ശ്രേയ? പറ്റും. എലീജ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. എലീജ ഇവിടെ ഉണ്ടോ? എലീജ സാർ ഇപ്പം പറയാം. ഓക്കെ. അതായത് ക്യാൻ കോമ്പിനേഷൻ റിയാക്ഷൻ ബി ആൻ ഓക്സിഡേഷൻ റിയാക്ഷൻ പറ്റുമോ? കോമ്പിനേഷൻ റിയാക്ഷൻ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആവാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാമോ എലിജയ്ക്ക്? കോമ്പിനേഷൻ റിയാക്ഷന് ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആവുന്നേ? C+O2
give give CO2. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, C+O2 ഗീവ് CO ഉണ്ടാവാം, CO2 ഉണ്ടാകും. രണ്ടും ഓക്സിഡേഷൻ നടന്നു, എന്നാൽ കോമ്പിനേഷനും രണ്ടെണ്ണം കമ്പൈൻ ചെയ്തൊരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടായി. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ നമ്മൾ പഠിച്ച എക്സാമ്പിളാണ്. എന്താണെന്നറിയോ? Cu+O2 ഗീവ്സ് എന്താ? CuO. ഇത് ബ്രൗൺ കളേർഡ് ആയിട്ടുള്ളതായിരുന്നു, ഇത് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള, ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷനാണ്. എന്നാൽ ഇതൊരു എന്താണ്? കോമ്പിനേഷൻ റിയാക്ഷനുമാണ്. അതേപോലെ തന്നെ ഇപ്പം എലിജ പറഞ്ഞത് C+O2 ഗീവ്സ് COയും ഉണ്ടാവാം, C+O2 ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഉണ്ടാവും? CO2 ഉണ്ടാകും. ഇത് രണ്ടും ഓക്സിഡേഷൻ റിയാക്ഷനും കോമ്പിനേഷൻ റിയാക്ഷനും. കാരണം കാർബണിനകത്ത് ഓക്സിജൻ ആഡ് ആവുകയും ചെയ്തു. when two products combines we will get a single product. ഓക്കെ, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും അവർ ചോദിച്ചിരിക്കുന്നത് ഹൗ വിൽ യു ടെസ്റ്റ് വെദർ ദ ഗ്യാസ് ഇവോൾഡ് ഈസ് ഇൻ എ റിയാക്ഷൻ ഈസ് ഹൈഡ്രജൻ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നാ. ഹൗ വിൽ യു ടെസ്റ്റ് വെദർ the gas evolved in a reaction is hydrogen. എന്താ അക്ഷിത പറഞ്ഞേ? എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? അക്ഷിത ഇവിടെ ഇല്ലേ? കേക്കാം സർ. പറഞ്ഞോ, എന്താ അതിന്റെ ആൻസർ? ഹൗ വിൽ യു ടെസ്റ്റ്? നമ്മളിത് പഠിപ്പിച്ചതാ. ഇലക്ട്രോലിസിസിന്റെ അവിടെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്, പോയി നോക്കിക്കേ. ഇലക്ട്രോലിസിസിന്റെ താഴെ ഇലക്ട്രോലിസിസ് ഓഫ് വാട്ടർ. ഓടിപ്പോയി നോക്കിട്ടോ, പെട്ടെന്നാട്ടെ. കണ്ടോ, ഇത് ഞാൻ ഓൾറെഡി എൻ്റെ നോട്ടിനകത്ത് തന്നാണ്. അത് ബോർഡ് എക്സാം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റിനാണ്, അതുകൊണ്ടാണ് നോട്ടിൽ തന്നെ. അതെന്താ പഠിക്കാത്തേ? ഓക്കെ, അപ്പം നമ്മൾ ഏത് റിയാക്ഷനകത്ത് ഹൈഡ്രജൻ ഉണ്ടായി, ഇപ്പോൾ അതിൻ്റെ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ തന്നെയല്ല, ഇപ്പോൾ ഏതൊരു റിയാക്ഷൻ ഹൈഡ്രജൻ ഉണ്ടാകുന്ന കുറേ റിയാക്ഷൻ ഉണ്ട്. ഏതൊരു റിയാക്ഷനകത്ത് ഹൈഡ്രജൻ ഉണ്ടായാലും ഇഫ് ഈ ബ്രിങ് എ ബേണിംഗ് ക്യാൻഡിൽ that will burns with a pop sound അല്ലേ? അപ്പം burning candle brought will burn with pop sound. ചൂട് വെള്ളം, ചൂടുവെള്ളം. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ വേറൊരു ചോദ്യം, അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ശ്രേയ ഒന്ന് പറഞ്ഞേക്കണം, എന്തായാലും ട്രൈ ചെയ്തോണം. വൈ ഡസ് കോപ്പർ നോട്ട് ഇവോൾവ് ഹൈഡ്രജൻ on reacting with dilute sulfuric acid. ശ്രേയക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. Hydrogen
is more reactive than copper. ആ അതാണ് അതിൻ്റെ കാരണം. അതായത് കോപ്പർ ഡസ് നോട്ട് ഇവോൾവ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പം Cu പ്ലസ് H2SO4 ആണ്. ഇത് ശരിക്കും സോളിഡാണ്, ഇത് അക്വസ് ആണ് ഇല്ലേ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ അയോൺ എന്ന് പറയുന്നത് H+ ആണ് ഇല്ലേ, SO4 2- ആണ്. ഓക്കെ, അപ്പം ഇവിടെ കോപ്പർ ഇളയാളും ഹൈഡ്രജൻ മൂത്താളുമാണ്. മൂത്താൾ ഇവിടെ ഇരിക്കുക. മൂത്താൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇളയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തുണ്ടാകത്തില്ല, ഈ റിയാക്ഷൻ ഇങ്ങനെ ഉണ്ടാകത്തില്ല. CuSO4 + H2 എന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി എന്താണ്, അവിടെ ഓൾറെഡി എന്താണ്, കോപ്പർ ലെസ് റിയാക്റ്റീവ് ആണ് അല്ലേ. കാരണം നമ്മൾ ആ റിയാക്ടിവിറ്റി സീരീസിൽ, ഞാൻ റിയാക്ടിവിറ്റി സീരീസ് തരാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഈ റിയാക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ ഗീവ്സ് ഇട്ടിട്ട് നോ റിയാക്ഷൻ എന്നിട്ട് എഴുതേണ്ടത് ബിക്കോസ് എന്താണ്, കോപ്പർ ഈസ്, ഹൈഡ്രജൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. ബിക്കോസ് ഹൈഡ്രജൻ ഈസ് മോർ റിയാക്റ്റീവ്, അല്ലെങ്കിൽ കോപ്പർ ഈസ് ലെസ് റിയാക്റ്റീവ്. ഹൈഡ്രജൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. So it will not displace hydrogen from H2SO4. ഇതിൻ്റെ ആൻസർ അക്ഷിതയ്ക്ക് അറിയാമായിരുന്നു. അക്ഷിത, ജോഹാൻ അറിയാമായിരുന്നോ? ജോഹാൻ അറിയായിരുന്നു സർ. ഓക്കെ. എലിജയ്ക്ക് അറിയാമായിരുന്നോ? എലീജ ഇവിടെ ഇല്ലേ? എലീജയ്ക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ അക്ഷിത ഇവിടെ ഇല്ലേ? സാർ ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ശരി. ഈ ആൻസർ അറിയാമായിരുന്നോ? ഇല്ല. ഓക്കെ, ശരി. ഞാൻ കുറച്ച് ഹോംവർക്ക് തരാം, ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. അതൊന്ന് ഞാനല്ലേ ഗ്രൂപ്പിനകത്തോട്ട് ഇടാം. നിൽക്കുക, ഞാനിപ്പം ഇടാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കോട്ടെ, ഒരു സെക്കൻഡ്. ഞാൻ ആ ഗ്രൂപ്പിലോട്ട് ഇടുവാണ്. ഓരോ ക്വസ്റ്റ്യനും ഗ്രൂപ്പിലോട്ട് ഇടാൻ പോവാണ്. ഞാനൊരു 3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ മീൻസ് അതിന് സബ് പാർട്ടുണ്ടേ. അപ്പം അത് ഒന്ന് ചെയ്യണം. അതൊന്ന് ചെയ്ത് എനിക്ക് അയച്ചു തരണം.
ഓക്കെ, അപ്പം അത് ഇന്ന് ഇത്രയും മതി നമുക്ക്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് എനിക്ക് അയച്ചു